ഡോക്ടർ എൽസി ഉമ്മൻ, ഇവിടെ ഇപ്പോൾ ഇത്ര ദിവസമായിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകി ആരും പുറത്തു വന്നിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതിൽ കമ്മീഷൻ റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഓരോരുത്തരുടെയും മൊഴി രേഖപ്പെടുത്തി കിട്ടാൻ അല്ലെങ്കിൽ അവരെ കമ്മിറ്റിക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ അവർ എത്രമാത്രം പരിശ്രമിച്ചിരുന്നു എന്ന കാര്യം ആ റിപ്പോർട്ടിനുള്ളിൽ തന്നെ പറയുന്നുണ്ട്. അവരെ വിശ്വാസത്തിലെടുക്കാൻ എത്ര പരിശ്രമം വേണ്ടി വന്നു എന്നത്. അതിനുശേഷം ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു, സ്വന്തം പോലും തുറന്നു പറയാത്ത വിവരങ്ങളാണ് കമ്മിറ്റിക്ക് മുൻപാകെ ഈ ദുരനുഭവങ്ങൾ നേരിട്ട സ്ത്രീകൾ മുന്നോട്ട് വെച്ചത്. അവർ അവരുടെ സുഹൃത്തുക്കളോട് പറയാറില്ല, ഏറ്റവും അടുത്ത ബന്ധുക്കളോട് പറയാറില്ല, അച്ഛനോടും അമ്മയോടും പോലും മനസ്സ് തുറക്കാൻ കഴിയാത്തവർ ഈ കമ്മിറ്റിക്ക് മുന്നാകെ മൊഴി കൊടുക്കുകയായിരുന്നു. WCC വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ആശയവിനിമയം ഇവർക്കിടയിൽ നടക്കുന്നത് എന്ന കാര്യം കൂടി ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ ഉറ്റവരോട് പോലും തുറന്നു പറയാൻ ഭയക്കുന്ന, എന്തുകൊണ്ടാണ് തുറന്നു പറയാത്തതെന്ന് വെച്ചാൽ അതിന്റെ കോൺസിക്വൻസസ് അത്രയും ഭീകരമാണ് എന്നതുകൊണ്ടാണ്. സ്വന്തം ജീവൻ, ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ ജീവൻ പോലും ഇത് പുറത്തറിഞ്ഞാൽ അപകടത്തിലാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഇവർ ഇത് തുറന്നു പറയാത്തതെന്ന് ഈ റിപ്പോർട്ടിൽ പറയുമ്പോൾ, ആ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ പരാതി നൽകാനായി മുന്നോട്ട് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാമോ? രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ പീഡനത്തിനിരയായ സ്ത്രീകൾ ഈ പേടിച്ചിട്ടോ അല്ലെങ്കിൽ പറയാത്തത്. ബേസിക്കലി രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാല് അവർ ഇത്രയും കാലം അണ്ടർഗോ ചെയ്ത ഒരു മാനസിക വ്യഥ, അതായത് അത് ചില്ലറ കാര്യമല്ല, നമ്മൾ ഒരു വാക്കുകൾ കൊണ്ട് നമുക്ക് വിവരിക്കാവുന്നല്ല, വർണ്ണനാതീതമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഓരോ തവണ ഈ ഇൻസിഡൻസ് ഓർക്കുമ്പോഴും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എന്താ അവരുടെ മനസ്സിലൂടെ അനുഭവം എന്ന് പറഞ്ഞാൽ, അന്ന് നടന്ന സംഭവം റീലിവ് ചെയ്ത് പുനരാവിഷ്കരിച്ച് അല്ലെങ്കിൽ ആവർത്തിച്ച് ഒരു രംഗം നമ്മൾ കാണുമ്പോൾ എങ്ങനെയിരിക്കും അതേ രീതിയിലുള്ള സെയിം ഇഫക്റ്റ് ആണ് ഈ പറയുന്ന പെൺകുട്ടികൾക്കൊക്കെയും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓർക്കുമ്പോഴോ അവരുടെ തലച്ചോറിലൂടെ മിന്നി മാഞ്ഞു പോകുന്ന ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത്. അതൊട്ടും പ്ലസന്റ് ആയിട്ടുള്ള ഒരു സാഹചര്യമല്ല, അതൊട്ടും പ്ലസന്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അല്ല. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. രണ്ടാമത്തെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭയം തന്നെയാണ്. കാരണം ഇത് പുറത്തു പറഞ്ഞാൽ ഉണ്ടാകുന്ന മാനഹാനി, തങ്ങളെ എങ്ങനെയാണ് അവർ വീക്ഷിക്കാൻ പോകുന്നത്, തനിക്ക് സമൂഹത്തിൽ ഉണ്ടാകാവുന്ന പേര് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, ഇത് അറിഞ്ഞിട്ട് മറ്റുള്ളവർ മുതലെടുക്കുന്ന ഒരു സാഹചര്യം, അത് തന്നെയല്ല നമുക്ക് അവരുടെ കുടുംബത്തിൽ നിന്നും ഒരുപക്ഷെ അവരെ പുറത്താക്കുന്ന ഒരു സാഹചര്യം, അവർ സമൂഹത്തിലും കുടുംബത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകാം. അത് തന്നെയല്ല ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നീട് ഇതിന്റെ പേരിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ഈവൻ വധഭീഷണിയോ അല്ലെങ്കിൽ ഇനിയുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു സാഹചര്യമോ, ഇതൊക്കെയും തന്നെ ഇവരെ വല്ലാതെ ഉലയ്ക്കും എന്നുള്ളതിനകത്ത് തർക്കമില്ല. പക്ഷേ ആർജവത്തോടെ ഈ ഒരു സാഹചര്യം, അതായത് ഇപ്പോൾ അവർക്കൊരു റൈറ്റ് ടൈമാണ്, ഇപ്പോൾ അവർക്ക് കേൾക്കാൻ ആളുണ്ട്, ഇപ്പോൾ അവർക്ക് പറയാനൊരു വേദിയായി, ഇപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ, അതായത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, വിഗ്രഹം ഉടയുമ്പോഴേ നാട്ടുകാരുടെ കണ്ണു തുറക്കത്തുള്ളൂ. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന വേട്ടക്കാരെന്ന് പറയുന്നവരുടെ പിന്തുണ കുറയുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇര എന്ന് പറയുന്നവർ അല്ലെങ്കിൽ വിക്ടിം എന്ന് പറയുന്നവർക്ക് ഒരു ധൈര്യം വരുന്നത്. കാരണം അല്ലാത്തപ്പോൾ പൊതുസമൂഹവും അധികാരത്തിലിരിക്കുന്നവരും രാഷ്ട്രീയത്തിലിരിക്കുന്നവരും അല്ലെങ്കിൽ പൊസിഷൻ കൈയാളുന്നവരും എല്ലാവരും ഈ വേട്ടക്കാരെന്ന് പറയുന്നവരുടെ സപ്പോർട്ടീവ് സിസ്റ്റത്തിൽ ഉൾപ്പെടുമ്പോൾ ഇരകൾക്ക് ഒരിക്കലും വാതുറന്ന് സംസാരിക്കാനോ അല്ലെ അതിനുള്ള ചങ്കൂറ്റമോ അതിനുള്ള ധൈര്യമോ വരുത്തില്ല. കാരണം ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളത് ഒരു റൈറ്റ് ടൈമാണ്. ഈ റൈറ്റ് ടൈമിൽ അവർക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം സമൂഹം എന്നുള്ള നിലയിൽ. പിന്നെ മറ്റൊരു കാര്യം പറയാതെ വയ്യ, ഇവർ ഏറ്റവും അധികം ഭയക്കുന്ന വേറെ ഒരു വസ്തുത എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന വിചാരണ, മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കാവുന്ന അല്ലെങ്കിൽ നേരിടാവുന്ന വിചാരണ, ഇതൊക്കെയും തന്നെ അവരെ അപ്സെറ്റ് ആക്കാറുണ്ട്. നിസാരം ഈ ഓരോ ചർച്ചകൾ വരുമ്പോഴും ഇതിനെ സംബന്ധിക്കുന്ന പോസ്റ്റോ അല്ലെങ്കിൽ വാർത്തകളോ വരുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റ്സ് തന്നെ എത്രയോ മ്ലേച്ഛരമായിട്ടുള്ള ഒരു കമന്റ് അല്ലെങ്കിൽ ബാലിശമായിട്ടുള്ള ഒരു കമന്റ് അല്ലെങ്കിൽ അധമമായിട്ടുള്ള കമന്റ് ആണ്. ഇതൊക്കെയും അവർക്കെതിരെ ഉള്ളതാണ്. പിന്നെ എല്ലാം പോരാഞ്ഞിട്ട് ഫാൻസ് അസോസിയേഷന്റെ വക നേരിടുന്ന ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ എഴുതി വിടുന്ന ചില ഭീഷണികൾ അല്ലെങ്കിൽ അവരുടെ വക ഉള്ള ചില പ്രശ്നങ്ങൾ, അപ്പൊ ഇതൊക്കെയും തന്നെ ഇവരെ നേരിടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ റൈറ്റ് ടൈമിൽ, അതായത് ഇപ്പോൾ അവർക്കൊരു ഫേവറബിൾ ടൈമാണ് ശരിക്കും പറഞ്ഞാലുള്ളത്. ബഹുമാനപ്പെട്ട മിനിമാം പറഞ്ഞതുപോലെ അവർക്കിപ്പോൾ ഒരു ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സമൂഹം എന്നുള്ള നിലയിലും മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിലും ഡോക്ടർ എൽസി ഉമ്മൻ, അത് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു
അറ്റ്മോസ്ഫിയർ ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചത് ഇത്രയും ഫിയർ എലമെന്റ്സ് ഉള്ള, അതുകൊണ്ട് മാത്രം വർഷങ്ങളോളം ഈ വിവരങ്ങൾ ആരോടും, ഏറ്റവും അടുത്തവരോട് പോലും പങ്കുവെക്കാത്തവർക്ക് അക്കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ, അല്ലെങ്കിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്ന് അതൊരു പരാതിയായി രേഖപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ നമ്മളുടെ അന്തരീക്ഷം മാറിയിട്ടുണ്ടോ? അത് മാഡം പറഞ്ഞത് 100% ആ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ രഹസ്യ സ്വഭാവം സൂക്ഷിച്ച്, അല്ലെങ്കിൽ അവർക്ക് ആരും അറിയാതെ തന്നെ അവരുടെ പ്രൈവസിയെയും അവരുടെ കോൺഫിഡൻഷ്യാലിറ്റിയെയും 100% ഗ്യാരണ്ടീഡ് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വരാം. പക്ഷേ എന്റെ ചിന്ത അതല്ല. ഇതൊക്കെ കഴിഞ്ഞ് അവര് കോടതിയിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ആ കോടതിയിൽ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഗവൺമെന്റ് തലത്തിൽ അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ലാതെ അവർക്കിപ്പോ ഒരു പുറത്തുനിന്ന് ഒരു അഡ്വക്കേറ്റിനെ ഹയർ ചെയ്യണമെങ്കിൽ ഒക്കെയും അതിന്റെ ചിലവെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രതിഭാഗം വക്കീലിന്റെ കയ്യിൽ നിന്നും നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ, അത് മിനിമം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഈ പ്രത്യേകിച്ച് ഈ പോക്സോ കേസിലൊക്കെ പോകുന്ന കുട്ടികളും അമ്മമാരും എന്നോട് വന്ന് കരഞ്ഞു പറയാറുണ്ട്, ഡോക്ടറെ കേസിന് പോകണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. കാരണം അത്രയും മോശമായിട്ടുള്ള അനുഭവമാണ് അവർക്ക് കോടതിയിൽ നിന്ന് നേരിടുന്നത്. പ്രതിഭാഗം വക്കീലിന്റെ വല്ലാത്ത തരം ചോദ്യങ്ങളും, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അതേ രീതിയിൽ അതേ അനുഭവത്തിലൂടെ കടന്നു പോവുകയും, അവരേതോ ഒരു കുറ്റം ചെയ്തു, അവരേതോ മോശമായതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു നടന്നു, അല്ലെങ്കിൽ മറ്റേ ആളിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയും നേരിടാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളും കുട്ടികളും എത്രമാത്രം പ്രാപ്തരാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് ഈ മൊഴി കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അന്വേഷണമൊക്കെ രഹസ്യമായിട്ട് നടന്നാലും കോടതിയിൽ വന്നു കഴിയുമ്പോൾ ഇത്തരം ചോദ്യശരങ്ങളെ അവരെങ്ങനെ നേരിടുമെന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ്. അപ്പൊ അതൊക്കെയും തീർച്ചയായിട്ടും ഇവരുടെ ഒരു ഭയത്തിന്റെ ഒരു പ്രധാന കാരണം തന്നെയാണ്. കാരണം അതിനുശേഷവും ഈ പറഞ്ഞതുപോലെ എങ്ങാനും മറിച്ചായാൽ അവർക്ക് പിന്നെ ഈ സമൂഹത്തിൽ എന്ത് നിലനിൽപ്പാണുള്ളത്? കാരണം എപ്പോഴും നമുക്കറിയാമല്ലോ, കോടതിയിൽ തെളിവാണ് വേണ്ടത്. തെളിവുണ്ടെങ്കിൽ മാത്രമേ കുറ്റം ചെയ്തു എന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഈ തെളിവിന്റെ അഭാവത്തിൽ ഇതെങ്ങാനും തള്ളിപ്പോയാൽ പിന്നെയും ഈ പെൺകുട്ടികൾ ഈ സമൂഹത്തിൽ തന്നെ ജീവിച്ചു പോകേണ്ടതാണ്. അപ്പോൾ എത്രമാത്രം അറ്റാക്ക് ആ സമയത്ത് അവർക്ക് ഉണ്ടാകാം എന്നുള്ളതും നമ്മൾ മുൻകൂട്ടി കാണേണ്ടതാണ്. അപ്പൊ ഇത്തരം ഫാക്ടേഴ്സ് ഒക്കെ തീർച്ചയായിട്ടും അവരെ ഈ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യും. അതിനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എപ്പോഴും ഭയമാണല്ലോ ഇത്രയും കാലം മറച്ചു വെപ്പിച്ചത് അവരെ കൊണ്ട്. ഇതേ ഭയം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇതേ ആശങ്ക തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഇതേ ഒരു ചഞ്ചല ഹൃദയം തന്നെയായിരിക്കും വീണ്ടും ഇവരിൽ ഉണ്ടാകുക. കാരണം അവരനുഭവിച്ച് കടന്നുപോയ ട്രോമ തീരുന്നതല്ല. ആ ഭയത്തിൽ നിന്ന് പുറത്തു വരാൻ ആ രീതിയിൽ നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം, മറ്റ് അതിഥികളിലേക്കും എത്താം ഒരിടവേളയ്ക്ക് ശേഷം.